ഹായ് എവ്രി വൺ. എല്ലാവരെയും ഞാൻ നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം OP 9.0യിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ ഓറിയന്റേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ കുറെ കേട്ട് കാണുമായിരിക്കും. കാരണം നമ്മളുടെ ഓൺബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് വേണ്ടി ഓൺബോർഡിംഗ് കണ്ടക്ട് ചെയ്യും അല്ലേ. സോ ആ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് 10 സെഷൻസോളം വരുന്ന ഒരു ഓറിയന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അതിന്റെ ഒരു ഫസ്റ്റ് സെഷനിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് BA ആൻഡ് എക്കണോമിക്സിലെ ലേണേഴ്സ് ആണ്. സോ എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ക്യാം ഓൺ ആക്കുക. ബിക്കോസ് ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂളായിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് കളിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നത് ആരാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ലേണേഴ്സ് ആരൊക്കെയാണ്, ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടാനും അറിയാനും കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു സെഷനാണ്. സോ നിങ്ങൾ ക്യാം ഓഫ് ആക്കി വെച്ചാൽ ഈ ഒരു സെഷൻ നമുക്ക് മുന്നോട്ടേക്ക് നല്ല എന്താ പറയാ, നമുക്ക് ആ ഒരു ത്രില്ലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ക്യാമറ ഓൺ ആണ്. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മൾ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മളുടെ ഈ ഒരു സെഷന് ഉറപ്പായിട്ടും വേണം. സോ എല്ലാവരും പ്ലീസ് ക്യാം ഓൺ ആക്കുക. ആൻഡ് ഇന്ന് ഇപ്പോ എന്റെ കൂടെ ഉള്ളത്, ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഫാത്തിമ, ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ആൻഡ് എന്റെ കൂടെ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള തഹസീൻ മാം ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് റെക്കോർഡിംഗിൽ നമുക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള നെസ്രിൻ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ മാമിനെയും നമ്മുടെ തഹസീൻ മാമിനെയും നെസ്രിൻ മാമിനെയും വെൽക്കം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഞാൻ ഈ ഒരു OP 9.0യിലേക്ക് വെൽക്കം ചെയ്യാണ്. ആൻഡ് സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം, തഹസീൻ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. മാം, ഓവർ ടു യു. താങ്ക് യു. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. സോ വൺസ് അഗെയിൻ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓറിയന്റേഷൻ ഉണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ളത് സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലോട്ട് എല്ലാവരും ഞാൻ ഒന്നും കൂടെ വെൽക്കം ചെയ്യുവാണ്. സോ നമ്മുടെ തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ആൻഡ് നമ്മുടെ ഈ സെക്ഷനോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ തീം ശ്രദ്ധിച്ചായിരുന്നോ? ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്താന്ന് മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ പലരും നിങ്ങൾ പലരും പല സിറ്റുവേഷൻസ് വരുന്നവരായിരിക്കും അല്ലെ. നമ്മൾ നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സോ നമുക്കറിയാം പല സിറ്റുവേഷൻസ് നിന്ന് വരുന്നവരുണ്ടായിരിക്കും. എങ്ങനെയായാലും നമ്മൾ ആ ഒരു നമ്മളിവിടെ എത്തിച്ചത് ആ ഒരു സ്പാർക്കാണ്, ഇഗ്നൈറ്റ്. അതായത് ആ ഒരു ചെറിയ സ്പാർക്ക്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം, അതാണ് നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പറയത്തില്ലേ ചെറിയൊരു തീപ്പൊരി മതി അതിങ്ങനെ ആളിക്കത്തിക്കാന്നൊക്കെ പറയുന്ന പോലെ, നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, ഇന്നോവേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്പോഴുള്ള ആ ഒരു സ്പാർക്കിനെ നിങ്ങൾ നന്നായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസിലോട്ട് എത്താൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾ താഴെ ആ ഒരു പിക്ചർ ശ്രദ്ധിച്ചായിരുന്നോ? കാരണം നമ്മൾ ഈ പസിൽസ് ഒക്കെ ചെറുപ്പത്തിൽ ഒത്തിരി കളിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പസിൽസ് ഒക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടൊക്കെ അല്ലെ. ചിലപ്പോൾ നമ്മുടെ മക്കൾ കളിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ താഴെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഇത് കളിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോ പസിൽസിനും ഓരോ റൂൾസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്താകുന്നത്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചോ, ഒരു ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് പിന്നിൽ നിന്നും കറക്റ്റ് ആയിട്ട് കൊടുത്ത് അത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്, ആ ഒരു പസില് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ പഠനം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുക. അതിന് നിങ്ങളുടെ കൂടെ എന്നും ലേൺ വൈസ് ഉണ്ടായിരിക്കും. സോ സെക്കൻഡ്, രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇതൊരു ഐസ് ബ്രേക്കേഴ്സ്. അതായത് നിങ്ങളിങ്ങനെ മസിൽ പിടിച്ച് അയ്യോ ഇതെന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിച്ച് അങ്ങനെ ഒന്നും ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യുക, ക്യാമറ ഓൺ ചെയ്തിരിക്കുക, മൈക്കൊക്കെ ഓൺ ആക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. നമ്മൾ പറയുമ്പോൾ മൈക്കൊക്കെ ഓൺ ചെയ്യുക. ഓക്കെ. ശരിക്കും നമ്മൾ ഒരു ക്ലാസ്സിലോട്ട് നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിൽ നമ്മൾ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിലോട്ട് പോവുകയാണ്, ശരിക്കും എന്തായിരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഉള്ളതുപോലെ. അതുപോലെ നമ്മൾ എന്തായിരിക്കും, ക്ലാസ്സിൽ ഒത്തിരി പിള്ളേർ കാണും. അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പരിചയപ്പെടുത്തും. അതുപോലെ നമ്മൾ അവരെയും പരിചയപ്പെടും, നമ്മുടെ ക്ലാസ്സിലുള്ളവരെയൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പരിചയപ്പെടും അല്ലെ. എന്നിട്ട് കുറച്ച് കളിയും തമാശകളൊക്കെ ഉണ്ടാകും. അതെ, അത്ര തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. നമ്മുടെ ക്ലാസ്മേറ്റ്സ് കൂടെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടും.
ഇടുന്നു, എല്ലാം ചെയ്യുന്നു. കൂടെ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗെയിംസും നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ പ്രോഗ്രാം പ്രിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു നമുക്ക് 10 സെക്ഷൻസോളം ഉണ്ട്. ഓരോ സെക്ഷൻസിനും ഓരോ ലക്ഷ്യമുണ്ട്. അതായത് ഓരോ നമുക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്, ലേൺ വൈസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 10 സെക്ഷൻസും നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓവറോൾ ഇഗ്നു എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ലേൺ വൈസിൽ നിന്നും ഇഗ്നുവിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻസ് കഴിയുന്നതോടുകൂടി കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ദ ഹൊറിസോൺ ഫോംസ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഫോം അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹൊറിസോൺ ഫോം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ദ റാപ്പ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റില് നമുക്കൊരു ഒന്ന് വാമപ്പ് ആയാലോ? ഫസ്റ്റ് തന്നെ ഒരു ഗെയിം ഒക്കെ കളിച്ച് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ഒന്ന് നമുക്ക് നിങ്ങളുടെ സൂം മീറ്റിൽ താഴെ റിയാക്ട് എന്ന് പറയുന്ന ഒരു ഇത് കണ്ടായിരുന്നോ? അവിടെ നമുക്ക് തംസപ്പ് ഒക്കെ കൊടുത്തിട്ടും എന്ത് കൊടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാം. സോ അതിനൊക്കെ റെഡി ആയിട്ടിരിക്കുക. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകേണ്ട ഒരു സെക്ഷൻ ആണ്. സോ നിങ്ങൾക്ക് മൈക്കൊക്കെ ഓൺ ചെയ്ത് വെക്കാം. സോ ഫാത്തിമ മാം, നമുക്ക് ഫസ്റ്റ് ഗെയിമിലോട്ട് കടന്നാലോ? യെസ് മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. പാർട്ടിസിപ്പൻസ് എല്ലാം റെഡിയാണോ? അയ്യോ. അതെ, എല്ലാവരും ക്യാം ഒക്കെ ഒന്ന് ഓണാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്മൾ കുറച്ച് പേര് ഇവിടെ ഉള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ക്യാം ഓണാക്കിയാല് ലൈക്ക് എന്തായിരിക്കും, അങ്ങനെ സ്ട്രെസ്സോ അല്ലെങ്കിൽ നേരത്തെ മാം പറഞ്ഞതുപോലെ മസിൽ പിടിച്ചോ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷൻ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ ടീച്ചേഴ്സിനെ ഒക്കെ കാണും അല്ലെ? അവിടെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഉള്ളൂ. ഇതൊരു ഓഫ്ലൈൻ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. ഓക്കെ. സോ എല്ലാവരും ഒന്ന് മാക്സിമം ക്യാം ഓണാക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റീവിന്റെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ വളരെ സൂമിങ് ആയിട്ടുള്ള അതിന്റെ ഒരു സൂമിങ് ആയിട്ടുള്ള ഒരു വ്യൂ നമ്മൾ കാണിക്കും. അപ്പൊ അത് നിങ്ങൾ എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതെന്തോ ആകാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അത് എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും ആവാം. അപ്പൊ അത് എന്താണെന്നുള്ളത് ആ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസേഴ്സ് പറയുക. ഓക്കെ. അപ്പൊ ആരാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ. പിക്ചർ കാണുന്നുണ്ടല്ലോ? ഇതെന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടൊന്ന് പറയാവോ? ആരാണിത്? മെസ്സി. ആ ഓക്കെ, അതാരാണ് ഒരാള് പറഞ്ഞത്? ഒരാള് പറഞ്ഞു മെസ്സി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജീജ മോൾ പറയുന്നുണ്ട് ചാറ്റിൽ മെസ്സിന്ന്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? നമ്മൾ ജീജ. ചാറ്റിനേക്കാളും നല്ലത്. ഹായ് മാം, മെസ്സി ആണെന്ന് തോന്നുന്നു. ഓക്കെ, മെസ്സിയാണെന്ന് തോന്നുന്നു. വേറെ വേറെ ആർക്കെങ്കിലും? ബാക്കിയുള്ളവർ പോരട്ടെ. എന്താണ് മടിച്ചു നിൽക്കുന്നത്, പറയൂ. വേറെ ആർക്കും ഒന്നും തോന്നുന്നില്ലേ? Okay. ആർക്കെങ്കിലും ആരാന്നറിയില്ല. ആ കണ്ണും മൂക്കും ഒന്നും കണ്ട് മനസ്സിലാവുന്നില്ല. മെസ്സി തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഓക്കെ, എന്തായാലും നമുക്ക് ആൻസർ നോക്കിയാലോ? ഓക്കെ. കറക്റ്റ് തന്നെയാണ് കേട്ടോ. ആരാ ആദ്യം പറഞ്ഞേ? ഞാന് ഫാത്തിമത്ത് സാലിഹ. ആ ആ അടിപൊളി, കൊള്ളാം. അപ്പൊ മെസ്സിയാണ്. അപ്പൊ ഞാൻ അടുത്ത പിക്ചർ കാണിക്കാം. അപ്പൊ അതാരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ? നിങ്ങക്ക് മെസ്സിനെ മനസ്സിലായില്ല കണ്ടപ്പോ? ഇതെല്ലാവർക്കും അറിയാൻ ബേസിൽ ചാൻസ് ഉണ്ട്. ബേസിൽ ജോസഫ്. ആരാണ് പറഞ്ഞത്? ജോസഫ്. പിന്നെ കാർത്തിക പറയുന്നുണ്ട് ബേസിൽ ചാറ്റ് ബോക്സിൽ. ഓക്കെ. പിന്നെ മലയാള സിനിമ കാണുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു താരമാണിത്. ആരാണ്? അതെ, ജിതിൻ രാജ് ക്യാം ഓൺ ആക്കിയിട്ടുണ്ട്. ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല. ആൻസേഴ്സ് ഒക്കെ പറയാട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ബേസിൽ ബേസിൽ ബേസിൽ. ഓക്കെ. സോ മാം, ഓക്കെ. നമുക്ക് നോക്കിയാലോ ആൻസർ? കറക്റ്റ് ആണ്. ഇത് കുറച്ച് ഈസി ആന്ന് ബേസിലിനെ തോന്നുന്നുണ്ട് അല്ലേ? അതെ ബേസിലിനെ അറിയത്തില്ല എന്ന് പറഞ്ഞാല് അല്ലേ? അതെ. ഇതാരാ? ഉർവശി. ഉർവശിയാണോ?
ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി നോക്ക്. അതെ നൽ- അതെ അതാന്ന് തോന്നുന്നു. കാർത്തിക പറയുന്നുണ്ട് ഉർവശിന്ന് ചാറ്റ് ബോക്സിൽ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ? ഉർവശി. ഉർവശി ജിതിൻ പറഞ്ഞു. ഉർവശി 1 തരം, 2 തരം, 3 തരം, ബാക്കി ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടോ? കാർത്തികയ്ക്ക് എതിരഭിപ്രായം ഉണ്ടോന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറ കാർത്തിക, ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. നെക്സ്റ്റ്, ഇതാരാന്ന് ഐഡന്റിഫൈ ചെയ്തേ? ഇത് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതെ, ട്രംപാണോ? ട്രംപ്. പിന്നെ എലോൺ മസ്ക്. എലോൺ മസ്ക്, ട്രംപ്. മസ്ക് എന്നൊരാൾ പറഞ്ഞു. ഓക്കെ, വേറെ അതെ മറ്റേ ആൻസേഴ്സ് പോരട്ടെ? ആർക്കും അറിയില്ല, രണ്ടുപേരും മാത്രമേ പറഞ്ഞോളൂ. വേറെ ആർക്കും അറിയില്ല. അറിയാം, കാർത്തികയ്ക്ക് അറിയാന്ന് പറഞ്ഞു. ഇതാരാണ്? പോരട്ടെ? നാവിന്റെ തുമ്പത്തുണ്ട്, കിട്ടുന്നില്ല എന്നാണോ കാർത്തിക? വോയിസ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് കാർത്തിക. ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ അൺമ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്കെന്നാ നോക്കിയാലോ. നോക്കാം. എലോൺ മസ്ക് ആണ് കേട്ടോ. ആരാത് കറക്റ്റ് പറഞ്ഞ ആൻസർ ആൻസർ? ജിതിൻ രാജ്. ഓക്കെ, കാർത്തികയും സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ ബോക്സിൽ. ആ ഓക്കെ, നെക്സ്റ്റ്, ഇതാരാ? സൂര്യ. സൂര്യ. പിന്നെ ആരും ഒരു മിനിറ്റ് മാം, ആരും നമ്മുടെ ബോർഡ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മുടെ സ്ക്രീനിൽ ആരും ഡ്രോ ചെയ്യാതിരിക്കുക മാം. ആ ഓപ്ഷൻ ഞാനിവിടെ ഡിസേബിൾ ചെയ്തിട്ടേക്കാം മാം. ഒന്ന് ചെക്ക് ചെയ്യാമോ? ആ ഞാൻ നോക്കാം, ഒരു ആ. മിനിറ്റ്. ഓക്കെ, ഇതാർക്കും സൂര്യ എന്നാണ് ഒരാൾ പറഞ്ഞത്. പിന്നെ മറ്റു ആൻസേഴ്സ് ഒന്നുമില്ല, ആർക്കും അറിയില്ല ആളെ. നിങ്ങൾ സിനിമയൊന്നും കാണാറില്ലേ മക്കളെ? ടോവിനോ. ടൊവിനോ. പിന്നെ പോരട്ടെ? രണ്ടുപേര് ടോവിനോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ ആൻസേഴ്സ് ഉണ്ടോ? നമുക്ക് നോക്കിയാലോ ഒന്ന്, ആൻസേഴ്സ് ഓക്കെ, വരുന്നുണ്ടോ? ജിതിൻ രാജ് ടോവിനോ. ജിതിൻ രാജ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, നമ്മളല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നത്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് അങ്ങ് പറ. ടോവിനോ ടോവിനോ. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് നോക്കാം, സൂര്യയാണോ ടൊവിനോ ആണോ? യാ, ടൊവിനോ ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ്, ജിജമോൾ ചിരിക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി? എനിക്കൊന്ന് ജീജിയാണ് സൂര്യ എന്ന് പറഞ്ഞത്. ഓ, അതുകൊണ്ടാണോ? അത് സാരമില്ല. ലാലേട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലാലേട്ടനെ പോലൊക്കെ തന്നെ ഉണ്ട്. ശരിയാ, ആരാണ്? ചെറിയ കണ്ണി അതെ ഇവിടെ അല്ലേ. അതെ, ലാലേട്ടനെ സൂം ചെയ്താൽ ലാലേട്ടൻ നമുക്ക് നോക്കാം. പിന്നെ വേണമെങ്കിൽ ലാലേട്ടന്റെ മോനാവാം, ആരും ആവാം. ഉത്തരം പറ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല മക്കളെ, നിങ്ങൾ പറ. ആർക്കും അറിയില്ലേ? സഞ്ജു സാംസൺ. ഓക്കെ, സഞ്ജു സാംസൺ. പിന്നെ വേറെ ആൻസേഴ്സ് ഉണ്ടോ? ആർക്കെങ്കിലും അറിയില്ല, കണ്ടിട്ടില്ല ആളെ? സഞ്ജു എന്ന് ഇടുന്നുണ്ട് ആൾക്കാര്. ഓക്കെ, ശ്രീലക്ഷ്മി നമുക്ക് സഞ്ജു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കെന്നാ നോക്കിയാലോ. നോക്കാം. സഞ്ജു ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ സഞ്ജു ആണ്.
സോ നെക്സ്റ്റ് ഇതാരാ? ആ കണ്ണുകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആരായിട്ടാണ് തോന്നുന്നത്? ആരുടെ കണ്ണുകളാണത്? മഞ്ജു വാര്യർന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഓക്കെ, പിന്നെ എനിവൺ എൽസ്? ആർക്കൊക്കെ അറിയാം? ആർക്കും അറിയില്ല? ജിതിൻ കണ്ടിട്ടില്ല. രാജ്, ജീജ, കാർത്തിക, എല്ലാവർക്കും ഇത് തരാട്ടോ. ജിതിൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുന്നില്ലേ? പറയണേ. ഫാത്തിമത്ത് സാലിഹ, മഞ്ജു വാര്യർ എന്നാരോ പറഞ്ഞു. പിന്നെ ഓക്കെ, പിന്നെ ഫാത്തിമത്ത് സാലിഹ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടാ. ഓക്കെ, നമുക്കെന്നാ നോക്കിയാലോ ആരാണെന്ന്. നോക്കാം നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ, മഞ്ജു വാര്യർ തന്നെയാണ്. യാ. ഓ, നെക്സ്റ്റ് ഇതാരാ? പെട്ടെന്ന് കിട്ടുമായിരിക്കുമല്ലോ. അജിത്ത്. പിന്നെ വേറെ എതിർ അഭിപ്രായങ്ങളുണ്ടോ? ജിതിൻ രാജ് എന്താ പറയുന്നേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. അജിത്ത് തന്നെ. അജിത്ത് അജിത്താണോ? കൺഫേം ഉറപ്പാണോ? ആണോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്ക, അജിത്ത് തന്നെയാണോ? അതോ നമ്മളെ കോമഡി കഥാപാത്രമൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? ആണോ? ഉറപ്പാണോ? അജിത്ത്. ഓക്കെ, അജിത്ത്. വേറെ ആർക്കെങ്കിലും? നമുക്ക് നോക്കിയാലോ. നോക്കാം മാം. കറക്റ്റ് തന്നെയാണ് കേട്ടോ, അജിത്ത് തന്നെയാണ്. സോ നെക്സ്റ്റ് ഇതെന്താ? ഇനിയാണ് കുറച്ച് കൺഫ്യൂസിങ്. അതെ, ശരിക്കൊന്ന് നോക്കിക്കേ, ഇതെന്തുവാ? നമ്മളൊക്കെ ചിലപ്പോ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കാം ആ, അല്ലെ? നമ്മുടെ അതെ. വീടുകളിലൊക്കെ കാണുന്നതാണ്. ഉം, ക്ലൂ തരാൻ പാടില്ല, എന്നാലും നിങ്ങളായതുകൊണ്ട് ക്ലൂ തരുന്നതാണ്. അതെ. വേണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കാണാം, അതെ. സാധ്യതയുണ്ട്. ഉം. ആർക്കും അറിയില്ല? സൂക്ഷിച്ചു നോക്കൂ. ഇന്നും ചിലപ്പോ നിങ്ങളുടെ കാലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഉം, ആർക്കും അറിയില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ. നിങ്ങളെല്ലാരും കേരളത്തിലുള്ളവരല്ലേ? നമ്മള് കളിയാക്കിയൊക്കെ ചോദിക്കാറുണ്ട്, നീ ഇത് കഴിക്കാറില്ലേന്നൊക്കെ. അതെ അതെ. ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കും അറിയില്ലേ? ചാറ്റ് ബോക്സിൽ ബനാന എന്നൊക്കെ മക്കളെ, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. എന്ത് പറഞ്ഞേ? ബനാന. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവര്? ഓക്കെ, ബനാന. പിന്നെ വേറെ ഉണ്ടോ? വേറെ ആർക്കും ആരും മനസ്സിലായില്ല. പറയുന്നില്ല. ശ്രീലക്ഷ്മി മാത്രം ബനാന എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി സ്കോർ ചെയ്യുന്നു ഗൈസ്. ജിതിൻ രാജ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അത് കണ്ടിട്ട് എന്തായിട്ടാ തോന്നുന്നേ? ആ ഒരു ടെക്സ്ചറും ആ ഒരു കളറും ഒക്കെ കണ്ടിട്ട്. ഇത് ബനാന പോലൊക്കെ ഇരിക്കുന്നു. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബനാന തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ്. കറക്റ്റ് അത് കണ്ടിട്ട് മനസ്സിലായില്ല? നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ ഇതിന്? ബനാന, പഴം എന്നല്ലാതെ വേറെ എന്തെങ്കിലും മറ്റു പേരുകൾ? വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ആരും കഴിക്കാറില്ല. ഷോ, കഷ്ടമുണ്ട് മക്കളെ, നമ്മളൊക്കെ എക്കണോമിക്സ് ആരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വേണം. അടുത്തത് ഇത് സ്ട്രോബെറി. ആണോ? രണ്ടുപേര് പറഞ്ഞു, 3 പേര്. പിന്നെ ഓക്കെ, നോക്കാം. സ്ട്രോബെറി തന്നെയാണ്, കറക്റ്റ് ആണ്. കുറച്ച് ഈസി ആയിരുന്നു അല്ലേ? അതെ. ഇതെന്താണ്? ഇതെല്ലാവർക്കും അറിയണം. ഇത് അറിയുന്നില്ല എന്ന് അതെ, പറഞ്ഞാൽ നാണക്കേടാ. ജാക്ക് ഫ്രൂട്ട് അല്ലേ? ചക്ക. ഓക്കെ. പിന്നെ ജാക്ക് ഫ്രൂട്ട്.
എനിക്കൊന്ന് ജിതിൻ രാജിനെല്ലാം അറിയാം. ജിതിൻ രാജിന്റെ ചിരിയാണ് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്ന് ബാക്കിയുള്ളത് ജയിച്ചോട്ടെ എന്നുള്ള ഒരു അതെ, അല്ലേ? വിട്ടുകൊടുക്കലാണ്. അതെ. നമുക്ക് നോക്കാം. ചക്ക തന്നെയാണ്. നെക്സ്റ്റ്, ഇതെന്തുവാ? പൈനാപ്പിൾ. പൈനാപ്പിൾ. പൈനാപ്പിൾ എന്നാണ് എല്ലാരും പറയുന്നത്. ഓക്കേ, നോക്കാം. കറക്റ്റ് ആണ്. ഇതെന്താ? റംബുട്ടാൻ. റംബുട്ടാൻ. ഉറപ്പാണോ? റംബൂട്ടാൻ ആൾക്കാർ പറയുന്നത്. ഉറപ്പാ. റംബുട്ടാനാണോ? ഓക്കേ, കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇതെന്തുവാ? ഇതെന്താണ്? ആണോ? എന്താണ്? തൊലിയുള്ള ചൊറിയുന്ന പഴം. അൺമ്യൂട്ടായി പോയി. കുഴപ്പമില്ല. ചൊറിയുന്ന പഴവോ? അതേതാണ് ആ പഴം? അൺമ്യൂട്ട്. അതേത് പഴമാണ്? അതേത് ഫ്രൂട്ടാണ്? ഏതാണ് ആ ചൊറിയൻ പഴം? എന്നാൽ ഇത് നോക്കിക്കേ, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? എനിക്ക് പേര് മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. വീണ്ടും നാവിന്റെ തുമ്പത്തുണ്ട്, കിട്ടുന്നില്ല. ആ സ്റ്റേജ് ആണോ? പേരാണോ മനസ്സിൽ വരുന്ന രൂപമാണോ? എന്നാ രൂപം പറ. നിനക്ക് പേര് കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ, നീ അതിന്റെ രൂപം പറ. റൗണ്ട് ഷേപ്പ് ആണോ? റൗണ്ട് ഷേപ്പ്. പിന്നെ വേറെന്താ അതിന്റെ രൂപം പറയുന്നത്? മുട്ടപ്പഴമാണോ? മുട്ടപ്പഴം. പിന്നെ ഇതിന് മുട്ടപ്പഴമാണോ? മുട്ടപ്പഴമല്ലേ? വേറെ അറിയത്തില്ല. പേരറിയില്ല. പിന്നെ വേറെ ആർക്കെങ്കിലും? എവിടെ കമന്റില് പറയുന്ന ആളുകളൊക്കെ എന്തേ? ആരെയും കാണുന്നില്ല. എനിക്കൊന്നും ആർക്കും അറിയില്ല. ഒരാൾ കിവി എന്ന് പറഞ്ഞിട്ടുണ്ട് കമന്റില്, ശ്രീലക്ഷ്മി. ആഹാ, പിന്നെ ജിതിൻ രാജ് എവിടെ പോയി? കിവി പോലെ ഇരിക്കുന്നു. കിവി കിവി. കിവി. ചകിരിനാര് പോലെയൊക്കെ തോന്നുന്നുണ്ടോ? എന്താണ്? ഒന്നും കൂടെ നോക്കിക്കേ. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് പറ. എന്നിട്ട് വേണം അതെ, നമുക്ക് അടുത്ത ഗെയിംസിലോട്ടൊക്കെ കടക്കാൻ. ഒത്തിരി ഗെയിംസ് ഉണ്ട് നമുക്ക്. നമുക്ക് നോക്കാം. നോക്കാം. കിവിയാണ് കേട്ടോ. കിവിയാണ്. എനിക്ക് തോന്നുന്നു ആൻസർ പറഞ്ഞിട്ടുള്ളത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി അത്യാവശ്യം എല്ലാത്തിനും തന്നെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്, അൺമ്യൂട്ട് ആക്കിയില്ലെങ്കിലും. ഓക്കെ, വെരി ഗുഡ് ശ്രീലക്ഷ്മി. ആൻഡ് നെക്സ്റ്റ്, ഇതെന്തുവാ? ഇത് ഒരുവിധം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടേണ്ടതാണല്ലോ. അതെ. ഓറഞ്ച്. 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 പിന്നെ വേറെ? ഓറഞ്ച് പോലെ ഇരുന്ന് വേറെന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ? ആ ഒരു കളറൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, ആ സ്ട്രക്ചർ ഒക്കെ ഒന്ന്. അതെ, നോക്കിയാലോ നമുക്ക് ആൻസർ. ഓക്കെ, ആ, ഓറഞ്ച് തന്നെയാണ് കേട്ടോ. സോ താങ്ക് യു. നമ്മുടെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുറെ പേരൊന്നും ക്യാമറ ഓൺ ആക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ടും ഓൺ ആക്കുന്നില്ല. എന്ത് പറ്റി? എന്താ നിങ്ങൾ ക്യാമറ ഓൺ ആക്കാത്തെ? നമ്മൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. സോ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ഓൺ ആക്കിയിട്ട് നമ്മൾ പറ്റിച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ ത്രൂ ഔട്ട് ക്യാമറ ഓൺ ആക്കി ഇരിക്കുക. പിന്നെ ശ്രീലക്ഷ്മി, കാർത്തിക ക്യാമറ ഓൺ കാർത്തിക, ചെയ്തേ. ഫാത്തിമ, സാലിഹ, ശ്രീലക്ഷ്മി, കാർത്തിക, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമറ ഓൺ ആക്കാം കേട്ടോ. എല്ലാരും ഒന്ന് ഓൺ ചെയ്തേ. അതെ, ജിജമോളിലും ജിതിൻ രാജിനും ഒക്കെ നിങ്ങളെ കാണണ്ടേ? നമുക്കും കാണണം. ഓക്കെ, ശ്രീലക്ഷ്മി ഓൺ ആക്കി. അടുത്തത് കാർത്തിക, നെക്സ്റ്റ്. ഫാത്തിമ, സാലിഹ, എല്ലാരും ഒന്ന് ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്യാമോ? ഓക്കെ. ഓക്കെ. സോ ഇനി നമുക്ക് അടുത്തായിട്ടോ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെട്ടാലോ? ആദ്യം യെസ്. ആരാ വരുന്നേ? മുന്നോട്ട് വന്നിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ.
ആ പേരൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നാണ് എന്നുള്ളതൊക്കെ ഒന്ന്. ആരാദ്യം വരുന്നേ? ആരെങ്കിലും ഒരാൾ വാ. മക്കളെ, നമ്മളെ ഇവിടെ ഉള്ളൂ, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു നിൽക്കുന്നത്? നമ്മളാകെ കുറച്ച് പേരേ ഉള്ളൂ, നിങ്ങളങ്ങ് മുന്നോട്ട് അതെ, വാ. നിങ്ങൾ ഒരു നമുക്ക് എന്തായാലും മടിയൊന്നും പേര് വിളിക്കും. നിങ്ങള് വിചാരിക്കണ്ട. എല്ലാവരും എന്തായാലും പറയണം, കാരണം കുറച്ച് പേരേ ഉള്ളൂ. സോ നമ്മൾ എല്ലാവരെയും തന്നെ വിളിക്കും. നമുക്ക് ഒരാളെ വിളിച്ചാലോ എന്നാ? ഉം. ഫാത്തിമത്ത് സാലിഹ ഒന്ന് ഇൻട്രോ പറയാമോ? അൺമ്യൂട്ടായി. അൺമ്യൂട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. ഹലോ, എൻ്റെ പേര് സാലിഹ. ഓക്കെ. എവിടുന്നാണ്? വീട് എവിടെയാ? കണ്ണൂര് ഇരിട്ടിന്ന് പറയും. ഓക്കെ. ഇവിടെ ഏതാ, BA എക്കണോമിക്സ് ആണോ അതോ പിന്നെ MA? ഞാൻ പഠിച്ചത് BA എക്കണോമിക്സ് സർച്ച് ചെയ്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി. റേഞ്ച് ആ, ഓക്കെ, കുഴപ്പമില്ല. പറഞ്ഞോ, എങ്ങനെ എങ്ങോട്ട് എത്തിയേ? ഹലോ, കേൾക്കാം കേൾക്കാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. കേൾക്കാം. എന്താ ചോദിച്ച? ഞാൻ കേട്ടില്ല, നെറ്റ് കട്ടായി പോന്ന്. അതായത് സ്വാലിഹ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചതാ. മീൻസ് അതായത് ലേൺ വൈസ് എങ്ങനെ ലേൺ എടുത്തു വൈസ്. എന്നല്ലേ? അതെ അതെ. കേൾക്കുന്നുണ്ടോ സ്വാലിഹ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാ പോട്ടെ. ഹോബീസ് എന്തുവാ? എന്തൊക്കെയാ ഹോബീസ്? എനിക്ക് വായിക്കാൻ ഇഷ്ടാ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വായിക്കുന്നേ? നോവൽസ് എല്ലാം ഇങ്ങനെ വായിക്കും ഇടയ്ക്ക്. പിന്നെ വരക്കും, മൈലാഞ്ചി ഇടും. ആഹാ, കൊള്ളാലോ. ഓക്കെ, വരയ്ക്കുന്ന ആളാണോ അപ്പോ? മൈലാഞ്ചി അങ്ങനെ ആ, ഇടും. ഓക്കെ. ഇഷ്ടപ്പെട്ട നോവൽ ഏതാ? എങ്ങനത്തെ നോവൽസാ വായിക്കുന്നത്? ഇങ്ങനെ ഭയങ്കര ഡിറ്റക്റ്റീവ് ടൈപ്സ് അങ്ങനെയാണോ? അല്ലെങ്കിൽ വളരെ എന്താ പറയാ, ഫാന്റസി ടൈപ്പ് ആണോ? എങ്ങനെയാ ഇഷ്ടം? ഹലോ, കേൾക്കാം, പറഞ്ഞോ. എനിക്കിത് ഫാത്തിമത്തിന്റെ നെറ്റ്വർക്ക് സ്ലോ ആണെന്ന് തോന്നുന്നു. അതെ, ആൾക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ആ, നമുക്കൊന്ന് അടുത്ത ആള് വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ. താങ്ക് യു ഫാത്തിമത്ത്. ഓക്കെ, നെക്സ്റ്റ് ആരാ വരുന്നേ? ഹലോ. ആ, ഓക്കെ. കുഴപ്പമില്ല. സോ നെക്സ്റ്റ് ജിതിൻ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? യെസ് മാം. എൻ്റെ പേര് ജിതിൻ. ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്, ഓയിൽ കമ്പനിയിൽ. ഉം. സോ ഇടയ്ക്ക് വെച്ച് അക്കാഡമിക്ക് ഡ്രോപ്പ് ആയി പോയായിരുന്നു. കാര്യം ഡിഗ്രി ഞാൻ ചെയ്തായിരുന്നു, പക്ഷെ എക്കണോമിക്സ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പിന്നെ പുറത്തോട്ട് പോകേണ്ടി വന്നു. സോ പിന്നീട് ചിന്തിച്ചു, ഓക്കെ, ഡിഗ്രി ചെയ്യണം എന്ന് തോന്നിയിട്ട് പിന്നീട് ഇപ്പം ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, എന്തൊക്കെയാ ഹോബീസ്? ഇപ്പൊ വർക്കിനിടയിൽ എങ്ങനെയാണ്? നല്ല ടൈറ്റ് ആണോ? ടൈറ്റ് ഷെഡ്യൂൾ ഒക്കെ ആണോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ആണ്. ഹോബീസ് എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഹോബീസ് ഒന്നും ഇല്ല. സിനിമ കാണും, അങ്ങനെയൊക്കെ. ക്രിക്കറ്റ് ഓക്കെ. കളിക്കാൻ പോകും. നന്നായിട്ട് സിനിമയൊക്കെ കാണുമോ? ആ, ഫ്രീ ടൈം കിട്ടുമ്പോ കാണാറുണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശ്രീലക്ഷ്മി. ഹലോ, ഇൻട്രൊഡ്യൂസ്. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ BA എക്കണോമിക്സിനാണ് ജോയിൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓ, ക്ലിയർ ആണ്, പറഞ്ഞു. ഞാൻ BA എക്കണോമിക്സിനാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ BSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു.
ഇനിയിപ്പം ഞാൻ എക്കണോമിക്സിന് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാ ചെയ്യാറ്? ഞാൻ പാട്ട് കേൾക്കും, ഉം, പിന്നെ പടം വരയ്ക്കും, ഡ്രോ ചെയ്യും, ഉം. നന്നായിട്ട് വരയ്ക്കുവോ? വൈൻ ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാ ചെയ്യുന്നേ? സിനിമ കാണും. ആ, ഉം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശ്രീലക്ഷ്മി. പിന്നെ ഇനി ആരാണ്? മാം നമുക്കിനി ഗെയിം കളിച്ചാലോ? ആ, ഒരു ഗെയിമും കൂടെ പോവാം അല്ലേ? ആ ഓക്കെ. നന്നായിട്ട് സിനിമയൊക്കെ കാണുന്ന ആളുകളല്ലേ, നമുക്ക് സിനിമയായിട്ട് തന്നെ ഒന്ന് പിടിക്കാം. റെഡി അല്ലേ എല്ലാരും? അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്ന മൂവി ഡയൽ, അതായത് നമ്മൾ നമ്മുടെ സിനിമയിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻസ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് നമ്മൾ കാണിക്കും. അപ്പോൾ അത് ഏത് മൂവിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. അപ്പൊ അത് രണ്ടുപേരൊക്കെ സിനിമ നന്നായിട്ട് ഹോബീസിൽ മെയിൻ ആയിട്ട് സിനിമ കാണുന്നവരാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എത്രമാത്രം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് വൺ. നമ്മുടെ ആ, കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ്? ഏത് സിനിമയാണ്? ആർക്കെങ്കിലും ആ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടോ? കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. അധികം പഴയ സിനിമയല്ല, എന്നാലും പുതിയ സിനിമയല്ല. ഒരു അല്ലെ? ആവറേജ്. യാ. ജിതിൻ രാജ് ഹാൻഡ് റേസ് ചെയ്തയാണോ? പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. ഇല്ല മാമ, എനിക്കറിയില്ല അത്. അറിയില്ല. ഓക്കെ, ഓക്കെ, ഫാത്തിമത്ത് സാലിഹ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ ആർക്കും അറിയില്ല ഏതാണെന്ന്. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ്? കാർത്തികയ്ക്ക് എവിടെ പോയോ? എനിക്കൊന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? കാർത്തികയുടെ സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ കാർത്തിക നോക്കിയാലോ കമന്റില് മാം? നമുക്ക് നോക്കാം. കാർത്തിക, അങ്ങനെയാണെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ടൈപ്പ് ചെയ്തോ കേട്ടോ. അതെ അതെ, ആളെന്തോ പറയുന്നുണ്ട്, ചാറ്റ് പക്ഷെ ബോക്സിൽ ക്ലിയർ ഇട്ടോ കേട്ടോ. ആവുന്നില്ല. ചാറ്റ് ബോക്സില് ഓക്കെ, നമുക്ക് കാർത്തിക എന്തായാലും ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. ആൻസർ നോക്കുവല്ലേ? നോക്കാം മാം. ഗോദ. ഇപ്പൊ ഓർമ്മ വന്നോ? ഈ പടം പറഞ്ഞിട്ടില്ല ആരും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ്, മൈ ഫോൺ നമ്പർ ഏതാണ് പടം? അറിയാവോ? ഇത് പണ്ടത്തെ ഒരു സിനിമയാണ്. അതെ, ലാലേട്ടന്റെ മൂവിയാണ്, ലാലേട്ടന്റെ പടമുണ്ട്. അതെ, ഇത്രയും Yeah. ക്ലൂ. അതെ. ഇത്രയും ക്ലൂസ് വന്നു. ഇനി നിങ്ങൾ നോക്ക. പറ, എവിടെ ശ്രീലക്ഷ്മി അറിയോ? കാർത്തിക, സോലിഹ, എന്താണ് പറയുന്നത്? ആർക്കും അറിയില്ല. വന്ദനം എന്ന് പറയുന്നുണ്ട്, ഒരാള് വന്ദനം ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ രാജാവിന്റെ മകന് ശ്രീലക്ഷ്മി കമന്റ് വന്ദനം എന്ന് ചെയ്തിട്ടുണ്ട്. പറയുന്ന മൂവിയിലെയാണോ? വന്ദനം. വന്ദനം. കാർത്തിക വന്ദനം. ഓക്കെ, നമുക്ക് ഓക്കെ, നോക്കിയാലോ മാം? നോക്കാം. രാജാവിന്റെ മകനാണ് കറക്റ്റ് ആൻസർ. ആരാ പറഞ്ഞ കറക്റ്റ് ആണ്. രാജാവിന്റെ മകൻ? ശ്രീലക്ഷ്മിയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീലക്ഷ്മി ഇപ്പൊ നന്നായിട്ട് പടം കാണുന്നുണ്ട്. അതെ അതെ. ഓക്കെ, നെക്സ്റ്റ്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഷമ്മി ഷമ്മി ഹീറോ ഹീറോ ആണ്. ആണ്. ഹീറോ. ഇത് ഏതാണ്? കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, പെട്ടെന്ന് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, വേറെ ഉത്തരങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നോക്കാം. കറക്റ്റ് ആണ്, കുമ്പളങ്ങി നൈറ്റ്സ്. അതിലെ ഒരു ഫേമസ് ഡയലോഗ് ആണ് അല്ലെ, ഷമ്മി ഹീറോ. അതെ. അടുത്തത്, കലങ്ങിയില്ല. ഇത് ഏതാണ് മൂവി? എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കണം. ഫേമസ് ആണ്, അതെ, ഫേമസ് മൂവിയാണ്, ഫേമസ് ഡയലോഗ് ആണ്.
പറയൂ നോക്കട്ടെ. രാജ്, ശ്രീലക്ഷ്മി, ജീജ, നസ്രീൻ. ശ്രീലക്ഷ്മി പറഞ്ഞു യോധാന്ന്. യോധ. പിന്നെ നെറ്റ് പോവുന്നു. നെറ്റ് പോകുന്നുണ്ടോ? കുഴപ്പമില്ലടാ. കാർത്തിക് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. പിന്നെ വേറെ ആർക്കും ആൻസർ അറിയില്ല? ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? കലങ്ങിയില്ല, ഉം. എനിക്കൊന്നും ആർക്കും കലങ്ങിയിട്ടില്ലെന്ന് അതെ, തോന്നുന്നു ഇവിടെ. ആർക്കും കലങ്ങൊന്നുമില്ല. ആ, യോധാന്ന് ജീജാമോള് പറഞ്ഞു. ഓക്കെ, ദെൻ ഓക്കെ, ശ്രീലക്ഷ്മി ജീജയും യോധയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കാം. കാർത്തിക പറയുന്നുണ്ടോ? ഓക്കെ, നോക്കാം. യോധയാണ് കേട്ടോ, കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി പറഞ്ഞതും ജിജെ മോൾ പറഞ്ഞതും കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. ഇതേതാണ്? ഇതൊരുവിധം അറിയേണ്ടതാണല്ലോ, ഇച്ചിരി പഴയ അതെ. പടമാണ്. പക്ഷെ ഈ ഒരു ഫേമസ് വളരെ ഈ ഒരു ഡയലോഗ് വളരെ ഫേമസ് ആണ്. അറിയാവോ? ആർക്കൊക്കെ അറിയാം? വടക്ക് നോക്കി യന്ത്രം എന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ? ജീജാമോള് പറയുന്നു വടക്ക് നോക്കി യന്ത്രം എന്ന്. ഓക്കെ, പിന്നെ വേറെ ആർക്കും? ജിതിൻ രാജ് അറിയോ? ജിതിൻ രാജ് പടങ്ങളൊന്നും വടക്ക് കാണാറില്ല. നോക്കിയ യന്ത്രം. വടക്ക് നോക്കിയ യന്ത്രം. ഓക്കെ, നോക്കാം. കറക്റ്റ് ആണ്, വടക്ക് നോക്കിയ യന്ത്രം, ശ്രീനിവാസന്റെ. നല്ല നല്ല മൂവിയാണ്, നല്ലൊരു ഫേമസ് ഡയലോഗ് ആണത്. നെക്സ്റ്റ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതെ, നമ്മള് ഇതേതില്ല? കുറെ യൂസ് ചെയ്തിട്ടുള്ള ഡയലോഗാണ്, നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും അല്ലെ. അതെ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതാണ്. ഏതാണ്, ഏത് മൂവിയാണ്? വെരി ഫേമസ് മൂവി ആൻഡ് വെരി ഫേമസ് ഡയലോഗ് ഏതാണ്? ശ്രീലക്ഷ്മി നാടോടിക്കാറ്റ്, അതേപോലെ തന്നെ ജീജാമോള് പറഞ്ഞു അക്കരെ 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 എന്നുള്ളത്. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും അഭിപ്രായമുള്ള ആൾക്കാരുണ്ടോ? എനിവൺ? കാർത്തിക. ഞാൻ ആ മൂവി അന്ന് കണ്ടിട്ടില്ലായിരുന്നു അല്ലേ? എവിടെ പോയി? അതെ, ഞാൻ ആ മൂവി മാത്രം കാണാൻ മറന്നുപോയി എന്നായിരിക്കും ആള് പറയുന്നത്. എവിടെ ജിതിൻ? അറിയോ? നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫാത്തിമത്ത്, സാലിഹ, എല്ലാവർക്കൊക്കെ പറയാം കേട്ടോ. കുറച്ചുപേര് മാത്രമേ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അതെ, നമുക്ക് നോക്കാം. നോക്കാം. നാടോടിക്കാറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, നടേശ കൊല്ലണ്ട. ഇതേതാണ്? പറ. മാമിന്റെ ആക്സെന്റ് കേട്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. ഏതാണ്, ഏത് മൂവിയാണ് നടേശ കൊല്ലണ്ട എന്നുള്ളത്? ഇതും നമ്മള് ചിലപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മള് ഫ്രണ്ട് അതെ, സർക്കിളിലൊക്കെ. പറയൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ആർക്കും ഇതൊന്നും അറിയില്ല? ഞാൻ കണ്ട ആരും കണ്ടിട്ടില്ല ഈ പടങ്ങളൊന്നും? ആർക്കെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, വേറെ ആർക്കും അറിയില്ല ഇത് ഏതാണെന്നുള്ളത്? ഓക്കെ, എവിടെ ശ്രീലക്ഷ്മി? എവിടെ? ആരും ഈ പടം കണ്ടിട്ടില്ല. ഞാനിന്ന് ആബ്സെന്റ് ആരും ആയിരുന്നു എന്നാണോ? കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ സ്കോർ നമുക്കാണ്. അതെ, അവർക്ക് സ്കോർ ഇല്ല, നമുക്കാണ് സ്കോർ. ശരിക്കും നമുക്ക് ഈ ഡയലോഗ് ഇപ്പൊ ആപ്റ്റ് ആണല്ലേ? അതെ. ഓക്കെ മാം, നമുക്ക് ആൻസർ നോക്കിയാലോ? ഓക്കെ, 1 സെക്കൻഡ്. രാവണപ്രഭു, അതിലെ ഡയലോഗാണ് കേട്ടോ. രാവണപ്രഭു കണ്ടു കാണുമല്ലോ, മറന്നുപോയതാണോ? ലാലേട്ടൻ ഫാൻസ് ആരും ഇല്ല ഇവിടെ.
നമ്മുടെ ലാലേട്ടനൊക്കെ മറന്ന മക്കളെ. നിങ്ങള് കണ്ടു കാണുമല്ലോ ഈ പടമൊക്കെ നമ്മള്. എല്ലാരും മമ്മൂക്ക ഫാൻസ് ആണോ? എന്താണ് നിങ്ങൾ പറയൂ. എല്ലാരും ക്യാമറ ഓഫ് ആക്കി പോയല്ലോ, സംശയമായിരുന്നു. ശ്രീലക്ഷ്മി സംശയമായിരുന്നു എന്ന് ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എടാ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അതെ. നെക്സ്റ്റ്, വർക്കിച്ച യവൻ പുലിയാണ് കേട്ടോ, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. ഇത് ഏതാണ്? ഇത് കിട്ടേണ്ടതാണ്. രാജമാണിക്കാണ് രാജമാണിക്യം. ആ, ഓ, അപ്പൊ അതറിയാം. കണ്ടോ, അത് ഞാൻ മമ്മൂട്ടി. പറഞ്ഞതുപോലെ മമ്മൂക്ക അതെ, ഫാൻസ് ആണ് ഇവിടെ മമ്മൂക്ക എല്ലാവരും ഉള്ളത്. ഫാൻസ് ആണ്, ലാലേട്ടൻ ഫാൻസ് അല്ല. അതെ രാജമാണിക്യം. അതെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഇതേതാ? ഇത് ഇച്ചിരി പഴയതാണ്. ശ്രീനിവാസനാണ് പറയുന്നത്. ഇതേതാ? ഏത് മൂവിയാ? ഗസ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞോ. നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ പറയൂ. അറിയില്ല? അറിയാം, പക്ഷെ പേര് കിട്ടുന്നില്ല. പേര് കിട്ടുന്നില്ല. അതിൽ ആരാ വേറെ ആക്ട് ചെയ്തിട്ടില്ല? ആക്ട്രസ് ആരാന്നറിയോ? ജയറാം. ജയറാം. ആ, ഓക്കെ. പിന്നെ ഓക്കെ. വേറെ ആരൊക്കെ ഉണ്ട്? മാമുക്കോയ. ആ, ആ, ഓക്കെ. പേരറിയില്ല. ആക്ട്രസ്. ആക്ട്രസ് ജയറാമിന്റെ വൈഫ് അല്ലേ? അതാരാണ്? ജയറാമിന്റെ വൈഫ് ആരാണ്? വൈഫ് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ, ഓക്കെ, കുഴപ്പമില്ല. എന്നൊക്കെ നോക്കിയാലോ മാം? നമുക്ക് വേഗം നോക്കാം. അതെ. തലയുടെ മന്ത്രം. അതെ. ആ, കറക്റ്റ് ആണ്. ജയറാമിന്റെ വൈഫ് ആരാണ്? പാർവതി. പാർവതി തന്നെ. അതെ. ഓക്കെ. നെക്സ്റ്റ്, കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനിയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളവരെ വിളിക്കാം. ഓക്കെ. ജീജ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു നേരത്തെ? ഇല്ല ഇല്ല ഇല്ല, ആള് ഇല്ല. വന്നില്ല. ജീജ ഒന്ന് ക്യാം ഓൺ ആക്കി അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. അടുത്തത് ആരാണ് മാം? നമുക്ക് കാർത്തികേനെ വിളിക്കാം. കാർത്തിക, ഓക്കെ. കാർത്തിക ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. പേര് മാത്രം പറഞ്ഞു. പേര്, എവിടെ, എന്താ ചെയ്യുന്നതെന്നുള്ള കൂടെ പേര് ഇപ്പൊ പറഞ്ഞു. നമുക്ക് ഓൾറെഡി അറിയാലോ. അതെ. ആ. കാർത്തിക, നെറ്റ്വർക്ക് ഉള്ള ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഇരിക്കാവോ? ആക്ച്വലി ആള് വർക്ക് ചെയ്യുവാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ആ ഓറിയന്റേഷൻ ഓ, അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സ്ഥലം പത്തനംതിട്ട തളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ആള് പത്തനംതിട്ടന്നാണ്. ഷോപ്പിൽ ക്യാഷിനായിട്ട് വർക്ക് ചെയ്യാണ്. കാഷ്യർ ആയിട്ടാണ് ആള് വർക്ക് ചെയ്യുന്നത്. പിന്നെ പിന്നെ ഹോബീസ് ഒന്നും ഇപ്പൊ ഒന്നുമില്ല. മൂവീസ് കാണാറൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് മൂവീസ് അല്ലാതെ വേറെയും കുറച്ച് ഗെയിംസ് ഉണ്ട്. അല്ല, എനിക്ക് ഹോബീസ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. ഹോബീസ് ഇല്ല. ആ, ഓക്കെ ഓക്കെ. പിന്നെ വയലിൻ പഠിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ടില്ല, ഒരു 1 month ആയിട്ടില്ല, പക്ഷെ അത് പഠിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമാണ് ഇപ്പൊ ഹോബി. അപ്പോൾ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, വയലിൻ പാടുവോ നന്നായിട്ട്? പാട്ടൊക്കെ പാടുവോ? ഇല്ല. കാർത്തിക പേടിച്ചു പോയി. പേടിച്ചു പോയി. പാടാൻ പറയുമെന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇല്ലില്ല. പേടിച്ചു പോയി ആള്. Thank you. ഓക്കെ, താങ്ക് താങ്ക് യു യു. കാർത്തിക. ഓക്കെ, ജിജമോൾ ഉണ്ടോ ഇവിടെ? വന്നോ? ഹലോ. ആ, കേൾക്കാം. മാം പറയൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഒന്ന് സെൽഫ് ഇൻട്രോ ചെയ്യാവോ? ക്യാമറ ഒന്ന് ഓൺ ചെയ്യാവോ? വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കോവർക്കർ ആണ്. അപ്പൊ ഞാനതാ വിളിക്കുന്നത്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ. ഹലോ. ആ, കേൾക്കാം. എൻ്റെ പേര് ജീജ എന്നാണ്.
ഞാനിവിടെ സൗദിയിലാണുള്ളത്, സൗദി അബഹയിലാണുള്ളത്. ഞാനിപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ നാട്ടില് ഞാൻ എൻ്റെ സ്വന്തം വീട് ആലപ്പുഴയാണ്. ആം, എൻ്റെ ഹസ്ബൻഡിന്റെ വീട് കരുനാഗപ്പള്ളിയിലാണ്. പിന്നെ ഇവിടെ ഇപ്പോ ഒരു 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് MA ചേർന്ന് പഠിച്ചു. 2 വർഷവും പഠിച്ചു. പക്ഷെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ആ സമയത്തായിരുന്നു എൻ്റെ മാരേജ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. ഉം. പിന്നെ അത് ഇയർ ഔട്ടൊക്കെ ആയി, പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചു. നൗ ഐ ആം എ ഫാഷൻ ഡിസൈനർ, ബ്യൂട്ടീഷ്യൻ, ടൈലർ എല്ലാമാണ്. പിന്നെന്താണ്, പിന്നെ ഇപ്പൊ ട്യൂഷനുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ. പിന്നെ ഇപ്പോ എനിക്ക് ഇഗ്നോയിൽ ചേർന്ന് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കോളജി കോഴ്സ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അപ്പോൾ എനിക്കും നമ്മുടെ സ്കൂളിലാണെങ്കിലും എനിക്ക് കമ്പ്യൂട്ടർ TTC പ്ലസ് ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ നമുക്കൊരു ഡിസ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു PGയോ അല്ലെങ്കിൽ ഒരു B.Edോ അല്ലെങ്കിൽ ഒരു എന്താണ് ഡോക്ടറേറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര നമ്മളെ അങ്ങ് എന്താ പറയണ്ടേ, നിലവാരമില്ലാത്തവരാക്കും. അപ്പോൾ എനിക്കൊരു ഇതായി എങ്ങനെയെങ്കിലും PG എഴുതിയെടുക്കണം എന്നുള്ളൊരു എയിം ഉണ്ടായി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. എന്തായാലും എനിക്ക് എഴുതിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത്രേ ഓക്കെ, ഉള്ളൂ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സഹായകമാവട്ടെ. സോ താങ്ക് യു. അതെ. ഗെയിം ഇഷ്ടായോ? ഇഷ്ടമായി. എനിക്ക് മൊത്തവും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ആള് വന്നു. ഓക്കെ അതാ ഞാൻ ഇടയ്ക്ക് പോയത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഗെയിം നമുക്ക് ഉഷാറാക്കാം. ഓക്കെ ഓക്കെ, തീർച്ചയായും. തീർച്ചയായും. ഓക്കെ, അടുത്തൊരു ഗെയിം ആയാലോ മാം? ഓക്കെ, ഞാനിപ്പോ കുറച്ച് നേരത്തേക്ക് ഒന്ന് അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. സോ ഓക്കെ മാം, നമുക്ക് ഗെയിം നോക്കാം അടുത്തത്. ഉം. നമുക്കിനി ഗ്രാബ് ആൻഡ് റൺ കൊടുത്താലോ? ഞാനും അതാ വിചാരിച്ചത്, ആ ഗ്രാബ് ആൻഡ് റൺ ഓക്കെ. ആക്കാം. പക്ഷേ ഈ ഗ്രാബ് ആൻഡ് റൺ കളിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാരും ക്യാം ഓൺ ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ക്യാമറ എല്ലാം ഓൺ ആണെന്നുള്ളത് നോക്കുക. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഓക്കെ, ക്യാം ഓൺ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും തന്നെ ക്യാം ഓൺ ആക്കുക. ജിതിൻ രാജ് മാത്രമേ ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. ജീജ പോയി, കാർത്തിക, ശ്രീലക്ഷ്മി, ദെൻ ഫാത്തിമത്ത്, സാലിഹ. നമുക്കിത് ക്യാമറ ഓൺ ചെയ്തിട്ട് മാത്രം Yeah. കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. നമുക്ക് ഒരിക്കലും ഇത് കമന്റിലൂടെ നമുക്ക് ആൻസേഴ്സ് പറയാനോ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഗെയിം എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ നമ്മൾ പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു പിക്ചർ കാണിക്കുകയാണ്, ഒരു കപ്പിന്റെ പിക്ചറാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് കപ്പ് എടുത്തിട്ട് നമ്മളെ കാണിക്കണം. അതാണ് ഗ്രാബ് ആൻഡ് റൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പെന്നാണെന്നുണ്ടെങ്കിൽ പെന്ന് ഓടിപ്പോയിട്ട് എടുത്തിട്ട് പെന്ന് കാണിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ ഗെയിം എങ്ങനെയാ കളിക്കേണ്ടതെന്നുള്ളത്? നമ്മളൊരു പിക്ചർ കാണിക്കും. ആ ഒരു പിക്ചറിൽ എന്താണോ ഉള്ളത്, എന്ത് ഒബ്ജക്റ്റ് ആണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റുവട്ടത്തൊക്കെ നോക്കി എടുത്തിട്ട് നമ്മളെ കാണിക്കുക. അതാണ് ഗെയിം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഓക്കെ ആണോ? ഓടാനൊക്കെ റെഡി ആയിട്ടിരുന്നോ? ഓക്കെ, റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തോ? ഇനി ആരെങ്കിലും ക്യാമറ ഓൺ ചെയ്യാനായിട്ടുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് വൺ. ചെയ്യാം മാം. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്ലാസ് ആണ്. അപ്പൊ ഓടി പോയിട്ട് ഗ്ലാസ് എടുത്ത് വന്നിട്ട് ഒന്ന് പെട്ടെന്ന് കാണിച്ചേ. എല്ലാവരുടെയും ക്യാം ഓഫ് ആണല്ലോ അല്ലേ? ക്യാമറ ഒന്ന് ഓൺ ചെയ്യൂ, എനിക്ക് സ്ക്രീനിൽ കാണില്ല. സോ ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ എല്ലാരും. ജിതിൻ രാജിന്റെ ഗ്ലാസ് ഇല്ല അവിടെ. വണ്ടിയിലാണോ? കിട്ടിയോ? ജിതിൻ രാജിന്റെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്. ഓക്കെ, കിട്ടി. പിന്നെ വേറെ എവിടെ ശ്രീലക്ഷ്മി?
വീട്ടില് ഗ്ലാസ് ഇല്ലേ? എവിടെ പോയി? കാർത്തിക സ്വാലിഹ ഗ്ലാസ് എടുക്കാൻ പോയതാണോ? ഫാത്തിമത്ത് സാലിഹ എടുത്തിട്ടുണ്ട്. ഓക്കെ ജിതിൻ രാജും സാലിഹ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാ നെക്സ്റ്റ് നോക്കിയാലോ? നോക്കാം. സ്പെക്സ്, നമ്മുടെ കണ്ണട. അത് കയ്യിലുള്ളവരുണ്ടായിരിക്കും. ശ്രീലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, ആളെവിടെ ശ്രീലക്ഷ്മി ക്യാമറ? ഇപ്പം ക്യാമറ ഓൺ ആക്കി നമ്മളെ കാണിച്ചു. ഗ്ലാസ് എടുത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീലക്ഷ്മി അടുത്ത് ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരണേ. ഓക്കെ, ബാക്കി വീട്ടില് കണ്ണടക്ക് യൂസ് ചെയ്യുന്നവരുണ്ടോ? തൊട്ടടുത്തൊക്കെ ഉള്ളവരുണ്ടോ? പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരൂ. കയ്യിലുണ്ടോ? ഇതാ മാം. ഓക്കെ ഫാത്തിമത്ത് സാലിഹ എടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ ആരും ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. മക്കളെ ക്യാമറ ഓൺ ആക്കണം. ഓൺ ആക്കാതെ നമുക്കിത് കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കിയാലോ? നോക്കാം. കോമ്പ്, ചീർപ്പ്. പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വന്നു. ശ്രീലക്ഷ്മി വീട്ടിൽ കോമ്പില്ല. ശ്രീലക്ഷ്മി എടുക്കാൻ പോയത്. ഫാത്തിമത്ത് സാലിഹ എടുത്തിട്ടുണ്ട്. ജിതിൻ രാജിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഓക്കെ, എനിക്കൊന്ന് ഗേൾസ് ഒക്കെയാന്ന് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, കാർത്തിക എവിടെ പോയോ? പോയില്ല, റൂമിലോട്ട് പോവാ. എടുക്കാൻ ഓടുവാണോ? കാർത്തിക പക്ഷെ അടുക്കളയിൽ നിൽക്കുന്ന സൗണ്ട് ആണല്ലോ കേൾക്കുന്നേ. സ്റ്റെപ്പ് കയറുന്നേ ചെരുപ്പിട്ടോണ്ട്. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർത്തിക ഓടിപ്പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് റൂമിലേക്ക്. ഓക്കെ, നമുക്കൊന്ന് അടുത്തത് നോക്കിയാലോ? ഇനി ആരെങ്കിലും എടുക്കാൻ ആ പോയവരുണ്ടോ? കാർത്തികക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത നോക്കാം. ഓക്കെ പക്ഷേ വീഡിയോയില് കാണുന്നില്ല, അതാ വീഡിയോ ഇതാവുന്നില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, കണ്ടു, ഞാൻ ചെറുതായിട്ട് കണ്ടു. ഓക്കെ, ഓക്കെ, സിസേഴ്സ്, കത്രിക. സിസേഴ്സ് ആരുടെ വീട്ടിലൊക്കെ ഉണ്ട് കത്രിക? ഒരുവിധം എല്ലാവരുടെ അടുത്തും ഉണ്ടായിരിക്കുമല്ലോ. പെട്ടെന്നൊന്ന് പോയി നോക്കിക്കേ, കിച്ചണിലോ അല്ലെങ്കിൽ ടേബിളിലോ. കിട്ടി. ശ്രീലക്ഷ്മി, ഫാത്തിമത്ത് സാലിഹ, കാർത്തികയുടെ കയ്യിലുണ്ടോ? കത്രിക ആ, ഉണ്ടോ? ഉണ്ടുണ്ട്, ആ എടുത്തു. എടുത്തു. ഓക്കെ, പിന്നെ ജിതിൻ ട്രാവലിംഗ് ആയതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ വെപ്പൺസ് ഒന്നും എന്തായാലും ക്യാരി ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നോക്കാം. പെൻ ആൻഡ് പെൻസിൽ. അതെല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ. നമ്മൾ എന്തായാലും ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ വിചാരിച്ചിട്ട് പെന്നും പെൻസിലും ഒക്കെ എല്ലാരും കരുതിട്ടില്ലേ? ഉണ്ടായിരിക്കും മിക്കവാറും. ഓക്കെ, ഫാത്തിമത്ത് സാലിഹ, ജിതിൻ രാജിന്റെ പെന്നുണ്ട്. ഓക്കെ പിന്നെ ശ്രീലക്ഷ്മി കിട്ടിയോ? ശ്രീലക്ഷ്മിയുടെ ഉണ്ട്. ദെൻ ഫാത്തിമത്ത് സാലിഹ പോയോ? ആള് നേരത്തെ കാണിച്ചില്ലേ? കാണിച്ചായിരുന്നു. കാർത്തികയോ? ആ, കാണാൻ പറ്റുന്നില്ലേ? കാണുന്നില്ലല്ലോ. ഓക്കെ, കാർത്തികയുടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ ആരാ? ശ്രീലക്ഷ്മിയുടെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് പോമോ? ബുക്ക്. ബുക്ക്. പെട്ടെന്ന് ബുക്ക് കിട്ടും, എല്ലാവരുടെ കൈ കാണുമല്ലോ. പെട്ടെന്ന് എടുത്തോ. ശ്രീലക്ഷ്മി കാണിച്ചു. ജിതിൻ രാജിന്റെ കയ്യിലുണ്ടോ? ബുക്ക് ഉണ്ടോ? മാം. സ്വാലിഹ. ഓക്കെ, ഫാത്തിമ, കാർത്തികയുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ജിതിൻ ക്യാമറ രാജിന്റെ കയ്യിലുണ്ട്. എന്റെ ഉണ്ട്, ഈ സാധനം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുവാണോ? അല്ലല്ല, റൂമിലല്ലോ. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും പോയി വരാനുണ്ടോ? ഇല്ല, അത്യാവശ്യം എല്ലാരും തന്നെ കാണിച്ചിട്ടുണ്ടുള്ളവര്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓക്കെ, നോക്കാം. പ്ലേറ്റ്. പ്ലേറ്റ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ ആവശ്യമാണല്ലോ, എന്തായാലും വീട്ടിൽ കാണും. ജിതിൻ രാജിന്റെ പ്ലേറ്റ് കാണാൻ ചാൻസ് ഇല്ല. കഷ്ടപ്പെട്ട് ബുക്കും പേനയൊക്കെ കാണിച്ചു. പ്ലേറ്റ് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷെ ആള് ഗ്ലാസ് കൊണ്ട് നടക്കാറുണ്ട്, പ്ലേറ്റ് ഇല്ലാത്തതുള്ളൂ.
ആ, അതെ. നസ്രീ അല്ല, ജീജ, ശ്രീലക്ഷ്മി, ഫാത്തിമത്ത്, സാലിഹ. ഓക്കെ, ശ്രീലക്ഷ്മിയുടെ കയ്യിൽ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ്. സോലിയക്ക് കിട്ടിയില്ല, അടുക്കളയിലോട്ട് പോയതാണെന്ന് തോന്നുന്നു. കാർത്തിക് എന്തേ, എടുക്കാൻ വേണ്ടി പോയതാണോ? ഇല്ല, റൂമിൽ പ്ലേറ്റ് ഇല്ല. റൂമിലില്ല. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ മാം? ഓക്കെ. സ്പൂൺ ഇത് റൂമിലുണ്ടോ? അടുക്കളയിൽ റൂമിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ തന്നെ നിന്നോ, എന്നിട്ട് വേണമെങ്കിൽ സ്പൂണും പ്ലേറ്റും ഒന്നിച്ച് കാണിച്ചോ. ഇതൊന്നും ഇവിടെ ഇല്ല. ഫാത്തിമത്ത് സാലിഹ എവിടെ പോയി? സാലിഹനെ ആ കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്. പ്ലേറ്റ് പ്ലേറ്റ് സ്പൂൺ എടുക്കാൻ ഒന്നും ഇല്ല പോയപ്പോ വീട്ടില്. അല്ലല്ല, എടുക്കാൻ പോയതല്ല. പ്ലേറ്റ് എടുക്കാൻ പോയപ്പോഴാണ് വിശപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ആ അതെ. പുള്ളി ആ വഴിക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിച്ച് കാണും. ഓക്കെ, സ്പൂൺ ശ്രീലക്ഷ്മി. ലക്ഷ്മി കിട്ടി കിട്ടി, ശ്രീലക്ഷ്മിക്ക് കിട്ടി. ജിതിൻ രാജിന്റെ കയ്യിലുണ്ടോ? സാധ്യതയില്ല, വണ്ടിയിലിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ആരെങ്കിലും പോയി വരാനുണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, പെർഫ്യൂം. ഇത് വീട്ടിലും റൂമിലൊക്കെ കാണേണ്ടതാണ്. റൂമിലുണ്ട്, കയ്യിലുണ്ട്. ജിതിൻ രാജിന്റെ കയ്യിലുണ്ടോ? ക്യാരിങ് ആണോ പെർഫ്യൂം? കിട്ടി. അല്ലല്ല. ഓക്കെ, സാലിഹ കാണിച്ചിട്ടുണ്ട്, കാർത്തിക കാണിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി എടുക്കാൻ പോയാൻ തോന്നുന്നു. നമുക്ക് നോക്കാം, ആള് കൊണ്ടുവരും. ഓക്കെ, ശ്രീലക്ഷ്മി എടുത്തിട്ട് വന്നു. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, റിമോട്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെയും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. കാണും. ജിതിൻ രാജിന്റെ കാണാൻ ആ, ചാൻസ് ഇല്ല, ബാക്കി എല്ലാവരുടെയും കാണും. ഫാത്തിമത്ത് സാലിയുടെ ഓൾറെഡി ഉണ്ട് കയ്യില്. എന്റെ ഇല്ല. ശ്രീലക്ഷ്മി കാർത്തികയുടെ ഇല്ല, ശ്രീലക്ഷ്മിയുടെ കാണുമായിരിക്കും. എടുത്തിട്ട് വരൂ. ഓക്കെ ഓക്കെ, കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ്. എന്തെങ്കിലും റെഡ് കളറിലുള്ള എന്തെങ്കിലും ഒരെണ്ണം, എന്തും ആയിക്കോട്ടെ. ശ്രീലക്ഷ്മി കുറെ നോക്കണ്ട, ശ്രീലക്ഷ്മിക്ക് ഒന്ന് ഫോക്കസ് ചെയ്താല് എന്താണ് റെഡ് കളറിലുള്ളത് കാണാൻ പറ്റും. റെഡ് കവറ്. ഓക്കെ ടീഷർട്ട്. ഓക്കെ റെഡ് കവർ. ഓക്കെ ഓക്കെ, ഫാത്തിമത്ത്. പിന്നെ ജിതിൻ രാജിന്റെ അവിടെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടല്ലോ റെഡ് കളറില്, ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ഈ ഫോണ് മാത്രമേ ഉള്ളൂ റെഡ് കളർ. ഓക്കെ, അത് നമ്മളെന്താ ഫോൺ. ഓക്കെ. ഓക്കെ, തിരിച്ചു കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഓക്കെ. ഓക്കെ, പിന്നെ വേറെ കാർത്തികയുടെ. കാർത്തിക ഉണ്ട്, ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ട്. ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ട്. ആ, അത് മേക്കപ്പ് സെറ്റ് റെഡ് കളറാണ്. ഓക്കെ ഓക്കെ, എടുത്ത് നോക്കിയാലോ മാം? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാബ് ആൻഡ് റൺ ഇത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ആ, ഗെയിം ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് പറയാൻ പറ്റുമോ? എന്താണ് ഫീൽ ചെയ്തത് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ? ജിതിൻ രാജ് പറ, എന്ത് ഫീൽ ചെയ്തു? മൊത്തത്തിൽ കൊള്ളായിരുന്നു മാം. അതൊരു ഉഷാറില്ലല്ലോ. പക്ഷേ ജിതിൻ രാജിന്റെ ചിരി ത്രൂ ആ, ഔട്ട് നമ്മുടെ സെക്ഷനിൽ ഉണ്ടായിരുന്നു, അത് അതെ പറയാണ്ടിരിക്കാൻ വയ്യ. അതെ പ്ലസന്റ് ആയിരുന്നു അല്ലേ? അതെ അതെ. പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ മൊത്തത്തിൽ? ഗെയിംസ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്യാൻ പറ്റിയോ? മൊത്തത്തിൽ കൊള്ളായിരുന്നു മാം. എൻജോയ് ചെയ്തു. ഇതിനു ഇത് മുമ്പ് ആദ്യമായിട്ടാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനെ ഗെയിം ഒക്കെ വെർച്വൽ കളിക്കുന്നത്? ആയിട്ടുള്ള. അതെ അതെ. കുറച്ച് ഫണ്ണായിരുന്നു അല്ലേ? ഓക്കെ,
ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ. പിന്നെ ശ്രീലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു? നന്നായി നന്നായി. നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആ ഇങ്ങനെ ഗെയിം ഇതിനു മുമ്പ് ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെ, ഇത്തരം ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ആഹാ, കൊള്ളാം. ഓക്കെ. പിന്നെ സ്വാലിഹ പറ, എങ്ങനെയുണ്ടായിരുന്നു? സ്വാലിഹ എവിടെ പോയോ? സരിഹ ക്യാം ഓൺ ആക്കി പറയട്ടോ. കൊള്ളാം. കൊള്ളാം. എൻജോയ് ചെയ്തോ? ആ ഇഷ്ടപ്പെട്ടോ? ആ ഏത് ഗെയിം ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ട്രഷർ ഹണ്ട്. ഗ്രാബ് ആൻഡ് റൺ ലാസ്റ്റ് വൺ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് കാർത്തിക. കാർത്തിക എന്തേ? ആള് സാധനം തപ്പാൻ പോയതാണോ ഇപ്പോഴും? എവിടെ പോയി കാർത്തിക? ആളെ കാണാനില്ല. എന്നെയാണോ മാം? എന്നെ അന്വേഷിച്ചു? അതെ, കാർത്തിക. കാർത്തിക നീയല്ലേ? അപ്പൊ പറ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ നല്ലതായിരുന്നു. ഈ പഠിത്തവും ജോലിയുടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഉം. കുഴപ്പമില്ല, ഇതിനെ അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ. താങ്ക് യു. പിന്നെ ഇനി ജീജ എവിടെ ഉണ്ടോ? ആള് വന്നില്ലെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ. ഇനി നമുക്ക് ഇന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 10 സെക്ഷൻസോളം ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു സെക്ഷൻസ് ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതിന്റെ ഒരു ഫുൾ സെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ ലേൺ വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ആകെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക എസിമാരെയും അതുപോലെ മെന്റേഴ്സിനെയും മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് ലേൺ വൈസ് ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ഒരു എൻ്റെ ടീമിൽ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഒരു അലുമിനി സക്സസ് സ്റ്റോറീസ്, അതായത് ഇതിനു മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സ് അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്, അവരുടെ ആ ഒരു സക്സസ് സ്റ്റോറീസിന്റെ ആ ഒരു പാത്ത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേൺവേസ് എൻ്റെ ടീമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. കൂടാതെ നമുക്ക് നമ്മുടെ കരിയർ, നമുക്ക് ഈ ഒരു എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ ഒരു സെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് ഫീലിങ്സ് ഒക്കെ റിലീഫ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു സെക്ഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മേ ബി നിങ്ങൾ ഒത്തിരി ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒത്തിരി വർക്കും കാര്യങ്ങളും സ്ട്രെസ്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒത്തിരി പേര് നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് അംബാസഡറിന്റെ സെക്ഷൻസ് നിങ്ങൾക്ക് അതിലുണ്ടായിരിക്കും. ലാസ്റ്റ് വൺ, നമുക്ക് നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം കെട്ടി നമ്മളെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വിച്ച് ഓൺ സെക്ഷൻസും നമുക്ക് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു 10 സെക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. എല്ലാ സെക്ഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു സെക്ഷൻസ് പോലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇഗ്നുവിനെ പറ്റി അറിയണം, യൂണിവേഴ്സിനെ പറ്റി അറിയണം, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന വരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ എല്ലാ സെക്ഷൻസും അറ്റൻഡ് ചെയ്യുക. സോ ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ ടാസ്ക് കൂടെ കൊടുക്കാമല്ലോ അല്ലേ മാം? ഓക്കെ. ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് വലിയൊരു ഇതൊന്നല്ല, നിങ്ങൾക്ക് ഇതിന്റെ ബേസിൽ ചെറിയൊരു ആക്ഷൻ, അതായത് ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷന് ശേഷം നിങ്ങൾക്കിത് ഞാൻ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ കൊടുത്തേക്കുന്ന പോലെ നിങ്ങൾ എന്താ ചെയ്യുക, ആ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്ഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്
ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഹോബീസ് എന്താണ്, നിങ്ങളുടെ എന്ത് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചെയ്തിട്ട് അയച്ചു തരിക. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ, ഈ ഒരു ഫയല്. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തിട്ട് അയച്ചു തരിക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വലിയ ടാസ്ക് ഉള്ളതൊന്നും അല്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ചെയ്തിട്ട് അയച്ചു തരിക. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സെക്ഷൻസ് വളരെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാം സഫലീകരിക്കട്ടെ, എല്ലാം സക്സസ് ആവട്ടെ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വൺസ് അഗൈൻ നിങ്ങൾക്ക് എല്ലാവരോടും ഒത്തിരി താങ്ക് യു. ഈ ഒരു സെക്ഷനിൽ വന്ന് ജോയിൻ ചെയ്തു, ഗെയിംസ് ഒക്കെ പങ്കെടുത്തു, നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ താങ്ക് യു. ആൻഡ് ഓൾസോ ഫാത്തിമ മാമിനോടും അതുപോലെ നെസ്രിൻ മാമിനോടും വലിയൊരു താങ്ക്സ് തന്നെ പറയുവാണ്. സോ താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ സെക്ഷൻസ് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബൈ, കാണാം. ഗുഡ് നൈറ്റ്.